ആശ്രിത നിയമനത്തിന് 13 വയസ്സ് പരിധി വെച്ച സർക്കാർ നീക്കത്തിനെതിരെ CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ തീരുമാനം പുരോഗമന സർക്കാരിന് ചേർന്നതല്ല. തീരുമാനം പിൻവലിക്കണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകുമെന്നും സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ മീഡിയ വണ്ണോട് പറഞ്ഞു. നമുക്കറിയാം, പൊതുവെ സിവിൽ സർവീസ് ദുർബലപ്പെട്ട് കഴിഞ്ഞു. പെൻഷൻ നഷ്ടപ്പെട്ടതോടുകൂടി ദുർബലപ്പെട്ടു, DA കിട്ടാത്തതോട് ദുർബലപ്പെട്ടു. ഒരു സുരക്ഷിതത്വമായ ഒരു സർവീസ് അല്ല എന്നൊരു തോന്നലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഈ കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് സ്കീമും കൂടി പോയി കഴിഞ്ഞാൽ മരിച്ചാൽ മക്കൾക്കെങ്കിലും ജോലി കിട്ടും എന്നുള്ള അവസ്ഥയും കൂടി ഇല്ലാതാവുന്ന അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അതിനെ ശക്തമായിട്ട് അന്ന് എതിർത്തിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ വന്ന ഉത്തരവ് പൊതുവിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതല്ല ജീവനക്കാർക്ക്. പക്ഷെ ഒറ്റ പ്രശ്നം എനിക്ക് വൈകാരികമായി തോന്നുന്നത് 13 വയസ്സിന് താഴെയുള്ള ആണ് മരിക്കുമ്പോൾ ആ കിഡിന് അല്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുക്കണ്ട എന്നൊരു തീരുമാനം. മാത്രമല്ല അതൊട്ടും ആശാസ്യകരമല്ല. നമ്മൾ പുരോഗമന സർക്കാരിൻ്റെ ഒട്ടും ആശാസ്യകരമല്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ, അച്ഛനും അമ്മയോ ഒരാൾ മരിച്ചാൽ സ്വാഭാവികമായി വിധവയോ വിവാഹിതമാണെങ്കിൽ അവർ വേറെ കല്യാണം കഴിക്കും. ഈ കുട്ടി അനാഥനായി മാറും. അപ്പോൾ അനാഥനായി മാറുന്ന ഒരവസ്ഥ ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞൊരു അംഗീകാരമാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന അംഗീകാരം കൂടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അത് ഞങ്ങൾ അതിന് ശക്തമായി ആ നിബന്ധന ഒഴിവാക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളത് അതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകും. KR സാജു വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഈ ആശ്രിത നിയമനത്തിന്റെ കാര്യത്തിൽ, പ്രായപരിധിയുടെ കാര്യത്തിലും മറ്റു മാനദണ്ഡങ്ങളിലുമൊക്കെ മുന്നണിക്കകത്ത് തന്നെ കാര്യമായ എതിർപ്പുയരുമ്പോൾ ഒരു പുനഃപരിശോധനയ്ക്ക് എത്ര കണ്ട് സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ, നേരത്തെ ഇത് ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമായിരുന്നെങ്കിൽ അതിനോട് CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ അതിശക്തമായ എതിർപ്പുന്നയിച്ചിരുന്നു. പക്ഷേ ആ രീതിയിൽ നിന്നും മാറിക്കൊണ്ട് സർവീസ് സംഘടനകളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പൊതുവെ ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പുതുക്കിക്കൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനമുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 13 വയസ്സ്, അതായത് സർക്കാർ സർവീസിലുള്ള ആൾ മരണപ്പെടുമ്പോൾ മക്കൾക്ക് 13 വയസ്സിൽ താഴെയാണെങ്കിൽ ജോലി കിട്ടില്ല എന്ന നിലയിലേക്ക് ഒരു വ്യവസ്ഥ വന്നിരിക്കുന്നു. ഈ വ്യവസ്ഥയാണ് ഇപ്പോൾ CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ ചോദ്യം ചെയ്യുന്നത്. അതൊരു മാനുഷിക പരിഗണന ഇല്ലാത്ത തീരുമാനമാണ്, പുരോഗമന സർക്കാരിന് ചേർന്ന പണിയല്ല അത് എന്നാണ് CPI അനുകൂല സംഘടന ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് നേരത്തെ അത്തരത്തിൽ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത്തരം ഒരു മാനദണ്ഡം വരുമ്പോൾ പലപ്പോഴും അത് മരണത്തിന് ഒരു പരിധി വെക്കുന്നത്, മരണപ്പെടുമ്പോൾ ഒരാളുടെ കുട്ടിക്ക് ഇത്ര പ്രായമായിരിക്കണം എന്ന പരിധി വെക്കുന്നത് ഒരു പുരോഗമനപരമായ സമീപനമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എതിർപ്പുന്നയിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് ഈ നിബന്ധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകാനാണ് ആദ്യഘട്ടത്തിൽ ജോയിന്റ് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം. മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഇതിനകത്ത് ജോയിന്റ് കൗൺസിലിന് എതിർപ്പുണ്ട്. അതിനകത്ത് ഒന്ന്, 8 ലക്ഷം രൂപ വരുമാന പരിധി എന്നത് കാലാനുസൃതമായി മാറ്റപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൽ കൂടി മാറ്റം അനിവാര്യമായിരുന്നു എന്ന് ജോയിന്റ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ജോയിന്റ് കൗൺസിൽ ഏറ്റവും പ്രധാനമായും സ്വാഗതം ചെയ്യുന്നത്, നേരത്തെ ആശ്രിത നിയമനം 20 നിയമനങ്ങൾ ലഭിക്കുമ്പോൾ അതിലൊന്ന് എന്ന നിലയിലായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അത് 16-1 മാറ്റിയിട്ടുണ്ട്. അതിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒപ്പം കോമൺ പൂളിൽ നിന്ന്, നേരത്തെ ഒരു വകുപ്പിൽ നിന്ന് ആണ് മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് ഒക്കെ മാത്രമായിരുന്നു അത് സാധ്യമാകൂ. 5% മാത്രമായിരുന്നു കോമൺ പൂളിൽ നിന്നും നിയമനം നടത്തിയിരുന്നത്. ഇപ്പോൾ മുഴുവൻ കോമൺ പൂളിലേക്ക് മാറ്റിയതിനെയും CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ പ്രായപരിധി ഏർപ്പെടുത്തിയതിനെ അവർ അതിശക്തമായി എതിർക്കുകയാണ് ഈ ഘട്ടത്തിൽ. സൈഫുദ്ദീൻ.